അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്ന് കോടതി പറയുകയാണ്. ഇരയെ തിരിച്ചറിയാൻ ഉറപ്പാക്കാനാണ് മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2017 നവംബർ 22-ന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇത് പറഞ്ഞിട്ടുള്ളത്. 2017 ഏപ്രിൽ 18-ന് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല എന്ന് കോടതി കണ്ടെത്തുകയാണ്. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മൗനം ദുരൂഹമാണെന്ന് കോടതി വിലയിരുത്തുകയാണ്. മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി എന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി അടിവരയിട്ട് പറയുകയാണ്. ഈ കേസിൽ നമുക്കറിയാം ബലാത്സംഗ കൊട്ടേഷനാണ് നൽകിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. മോതിരം ഉൾപ്പെടെയുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നൽകാൻ കൊട്ടേഷൻ എന്നാണ് പ്രോസിക്യൂഷൻ പൾസർ ആരോപിച്ചത്. പക്ഷേ അത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ആരോപണം അത് വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ നിരത്തിയ ഓരോ ഫാക്ട്സും അത് കോടതി ഡിഫൻസ് പ്രതിഭാഗം ഗണ്ണിച്ചത് അതെല്ലാം വിശ്വസനീയമാണ്. അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന കാര്യങ്ങൾക്കൊന്നും കാര്യമായ തെളിവുകളോ അനുബന്ധ രേഖകളോ ഒന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് A8 ദിലീപ് ഗോപാലകൃഷ്ണൻ എലിയാസ് ദിലീപ് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനായത്. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഈ കോടതി വിധിയുടെ ഏറ്റവും സമഗ്രമായ ഭാഗത്തിൽ അല്ലെങ്കിൽ സംക്ഷിപ്ത ഭാഗം എന്ന് പറയുന്നത് അതാണ്. സാമ്പത്തികമായ ഇടപാടുകൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഈ മോതിരത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ആ കേസ് തന്നെ ഫ്രെയിം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ അതും വിശ്വസനീയമല്ല എന്ന പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ വിശ്വസനീയമല്ല എന്ന കോടതി പറയുകയാണ്.